വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലക്കാർഡാണ് ചെയ്യുന്നത്. അതിന് എന്തൊക്കെ വേണം പറഞ്ഞേ? കാർഡ്ബോർഡ് വേണം, ചാർട്ട് വേണം, സ്കെച്ച് വേണം, പിന്നെ പെൻസിൽ വേണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കാർഡ്ബോർഡ് ഒരു വലിയ പീസ് എടുത്തിട്ട് ചാർട്ട് പേപ്പർ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തിൻ്റെ പ്ലക്കാർഡാണ്? സ്കൂളിൽ റീഡിംഗ് ഡേ ആയതുകൊണ്ട് പ്ലക്കാർഡ് കോമ്പറ്റീഷനാണ്. അതിനാണ് ഞങ്ങൾ ഈ പ്ലക്കാർഡ് ഉണ്ടാക്കുന്നത്. അതിനല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്? ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ 1 വീക്ക് 19 തൊട്ട് 25 വരെ റീഡിംഗ് ഡേയുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അങ്ങനെ കോമ്പറ്റീഷനുണ്ട്, പിന്നെ സെമിനാറൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം എന്തായി, ഈ കാർഡ്ബോർഡിനെ നമ്മൾ യെല്ലോ ചാർട്ടിട്ട് കവർ ചെയ്യാണ്, ഒട്ടിച്ച് വെക്കാൻ പോകണം. അപ്പോൾ എല്ലാം നല്ല ഫില്ലായിട്ടിരിക്കുമല്ലോ, നല്ല നീറ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലേ നിധി? ഒന്നും കണ്ടില്ലേ? നിധി കിടന്ന് ഉറക്കമായിരുന്നു. ഇത് രാത്രി ചെയ്തതായിരുന്നു. അങ്ങനെ ഇത് സെറ്റായി. അങ്ങനെ ഇവിടെ ഒട്ടിച്ച് അതിനപ്പുറത്തെ സൈഡോടെ ഒട്ടിക്കാൻ പോവാണ്. അതിനുശേഷം ഇതിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിൽ ജസ്റ്റ് ഒരു സ്ലോഗൻ എഴുതണം, പിന്നെ ഹാപ്പി റീഡിംഗ് ഡേ എഴുതണം, പിന്നെ ഒരു പിക്ചർ വരയ്ക്കണം. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ നോക്കാം. വലിയ പ്ലക്കാർഡാണ് എടുത്തത്. അങ്ങനെ ഇത് ഫോൾഡ് ചെയ്യാണ്. ഗം വരാണ്ട് കുറേ ടൈം ഇരുന്ന് അങ്ങനെ പിന്നെ ഗം കിട്ടി. അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യണം, അല്ലേ നിധി ഉറങ്ങിപ്പോയി. ഇതൊക്കെ നിധിയുടെ ഡ്യൂട്ടിയാണ്, പക്ഷെ ചെയ്തത് ഫുള്ളും അമ്മയാണ്. അങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിക്കുകയാണ്, ആ സൈഡ് ഗമ്മിട്ട് ഒട്ടിക്കുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ വേറെ ഉള്ളിലുള്ള കാർഡ്ബോർഡ് പീസൊന്നും കാണത്തില്ല. അതിനാണ് ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെ കാർഡ്ബോർഡ് ഫുള്ള് നമുക്ക് ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ വന്നിട്ട് ഗമ്മിൽ നിന്നില്ല, അങ്ങനെ ജസ്റ്റ് ടാപ്പ് ഒട്ടിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ ബോർഡർ വരയ്ക്കാൻ പോവാണ്. സ്കെച്ച് വെച്ചിട്ട് ബ്ലാക്ക് സ്കെച്ചാണ് എടുത്തത്. ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ഫുൾ ബോർഡർ ഫിനിഷ് ചെയ്തു. പിന്നെ സൈഡിൽ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ വരയ്ക്കണമായിരുന്നു. അപ്പോൾ സർക്കിൾ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു പാത്രത്തിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് അങ്ങനെ വരച്ചിട്ട് പിന്നെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ വരയ്ക്കുകയാണ്. ഇതിൽ കളർ ചെയ്യാനാണ് പോകുന്നത്. ജസ്റ്റ് 2 സൈഡിലും വെറുതെ ഒരു ലുക്കൊക്കെ കാണട്ടെ, അല്ല എന്തി? ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ വരച്ചിട്ടുണ്ട്. എനിക്ക് വലുതായിട്ട് ഡ്രോയിങ് ഒന്നും അറിയത്തില്ല, ജസ്റ്റ് തട്ടിയും മുട്ടിയൊക്കെ പറ്റത്തുള്ളൂ. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അങ്ങനെ നെക്സ്റ്റ് സൈഡെത്തി. ആ സൈഡും അതുപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ 2 സൈഡും ഫിനിഷ് ചെയ്തു. വരച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമുക്കൊരു ഗ്ലോബ് വരയ്ക്കണം. അതിനും സർക്കിൾ കാണാനില്ല. പിന്നെ അവിടെ ഫ്രൂട്ട്സ് വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയ സർക്കിൾ കിട്ടി. പിന്നെ അതിനകത്ത് കുഞ്ഞു ഓഷ്യൻ പോലെ ഇങ്ങനെ വരയ്ക്കണം. അതാണിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. എർത്തിൽ വെള്ളം ഭൂമിയില്ലേ, അതിൽ വെള്ളം കിടക്കുന്ന ഭാഗത്തിനാണ് ഓഷ്യൻ എന്ന് പറയുന്നത്. കടലില്ലേ, അതൊക്കെ ഓഷ്യൻസാണ്. അങ്ങനെ ഇതിങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ ഇതിലൊക്കെ നമ്മൾ കളർ കൊടുക്കും. അപ്പോൾ ഇതിലൊരു ഗ്രീൻ കളർ കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അവസാനം നമ്മുടെ ഭൂമിക്ക് കണ്ണ് വരയ്ക്കണമല്ലോ. അങ്ങനെ 2 കുഞ്ഞ് കണ്ണായിട്ടുണ്ട്.
അങ്ങനെ നല്ല ഈസിയാണ് ഇത് വരയ്ക്കാനായിട്ട്. കുറച്ചൊന്ന് ഇതായാൽ മതി. ഒന്നും അറിയാത്ത എനിക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. പിന്നെ മൗത്ത് വരച്ചിട്ടുണ്ട്. സ്മൈൽ ചെയ്യുന്ന ഭൂമിയാണ് നമുക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബുക്കാണ് അടുത്ത ശ്രമം. ബുക്ക് വരയ്ക്കാൻ വലിയ സ്കെയിലൊക്കെ എടുത്ത് അങ്ങനെ 2 സൈഡും വരച്ചു. അങ്ങനെ ഇതിനി ജോയിൻ ചെയ്യണം. ബുക്കിൻ്റെ ഇത് വന്നിട്ട് എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അളവ് നോക്കുകയാണ്. അങ്ങനെ ഇത് വരച്ചു കഴിഞ്ഞു. പിന്നെ 2 സൈഡ് നമ്മൾ 2 പെൻസിൽ വരയ്ക്കാൻ പോവാണ്. വായനാ ദിനമല്ലേ, അപ്പോൾ പെൻസിലൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ പഠിക്കാനായിട്ട്. അങ്ങനെ 2 കുഞ്ഞ് പെൻസിൽ വരച്ചിട്ടുണ്ട്. ഈ സൈഡും സെയിം അതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് 2 പെൻസിൽ. അങ്ങനെ പെൻസിലിനകത്തുള്ള കുറച്ച് ഡിസൈനൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ പെൻസിലൊക്കെ വരച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാമോ നിധി? എന്നാലും നിധി ഉറങ്ങിപ്പോയത് മോശമായി പോയി. ഇങ്ങനെ പെൻസിലിന് 2 കുഞ്ഞ് കണ്ണ് കൊടുക്കുകയാണ്. അങ്ങനെ 2 കുഞ്ഞി കണ്ണും ഐബ്രോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഏകദേശം ഒന്ന് കംപ്ലീറ്റായി. ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടതാണ്. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇനി കളർ ചെയ്യണം. എഴുതേണ്ട പരിപാടിയാണ്. നെക്സ്റ്റ് എഴുതേണ്ടത് ജസ്റ്റ് ഒരു സ്ലോഗൻ, ഒരു കോട്ടിംഗ് ആണ്. ടുഡേ എ റീഡർ ടുമോറോ എ ലീഡർ എന്താണ്. നമ്മൾ ബുക്സൊക്കെ എത്രത്തോളം വായിക്കുന്നു അതിൻ്റെ ഒരു ഇത് കൊടുക്കാനാണ് സ്കൂളിൽ ഇങ്ങനെ പ്രോഗ്രാം വെച്ചത്. കുട്ടികളിൽ റീഡിങ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എടുത്ത് കാണിക്കുമല്ലോ. അങ്ങനെ ബ്ലൂ കളർ ഇട്ട് എഴുതി, ബ്ലൂ കളർ വെച്ച് തന്നെ ക്രയോൺ യൂസ് ചെയ്ത് അങ്ങനെ വരയ്ക്കുകയാണ്. ഒരു ക്ലൗഡ് പോലെയൊക്കെ വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് മറ്റേത് കളർ ചെയ്യുകയാണ്. അപ്പോൾ ഓറഞ്ചും ഗ്രീൻ കളറുമാണ് കൊടുക്കുന്നത്. ഓൾട്ടർനേറ്റായിട്ട് ഗ്രീൻ ഓറഞ്ച് ഒന്ന് കൊടുക്കാനാണ് പ്ലാൻ. അങ്ങനെ 2 സൈഡും അത് ഫിനിഷ് ചെയ്തില്ല ഓറഞ്ച്. ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഇവിടെ പെൻസിലൊന്ന് കളർ ചെയ്തെടുക്കുകയാണ്. ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് അങ്ങനെ ഓറഞ്ചും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒന്ന് കളർ ചെയ്തെടുത്തു. അതിനുശേഷം ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ബ്ലാക്ക് കളറിൽ. കാരണം ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഔട്ട്ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിധി. നമ്മൾ ഉറങ്ങി. അല്ലെങ്കിൽ വാവയെല്ലാം ഇതൊക്കെ സെറ്റാക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഔട്ട്ലൈൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിക്ക് ഗ്രീൻ കളർ കൊടുക്കാൻ പോവാണ്. ഓഷ്യൻസിന് ഗ്രീനും പിന്നെ ഭൂമിക്ക് ഫുള്ളായിട്ട് ബ്ലൂ കളറും കൊടുക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കളർ ചെയ്തുകൊണ്ട്. അങ്ങനെ ആ ഗ്രീൻ കളർ കൊടുത്തു. രാത്രി ആയതുകൊണ്ട് ഉറക്കം വന്നിട്ട് എങ്ങനെയൊക്കെയോ ഫിനിഷപ്പ് ചെയ്യണമെന്നതിൽ ഫാസ്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ കളറിങ് ഏകദേശം കഴിഞ്ഞു. മുകളിലൊരു ടെക്സ്റ്റ് ബുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ കളറിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഗ്രീൻ കളർ ചെയ്തിട്ട് പിന്നെ അവിടെ ബ്ലൂ കളർ കഴിഞ്ഞില്ല. ഓക്കെ, അങ്ങനെ ഗ്രീൻ കളർ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ. ബ്ലൂ കളർ കൊടുത്തത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ വേറൊരു കോട്ടും കൂടെ ആഡ് ചെയ്തു. എന്താണ് ബുക്ക് ഓപ്പൺ എ ബുക്ക് ഓപ്പൺ യുവർ മൈൻഡ് അങ്ങനെ. പിന്നെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് നമ്മൾ ചെയ്തത് എന്താണ് ബിഗ് ഷോപ്പറിൻ്റെ ഇതില്ലേ ഹാങ്ങിങ്, അത് വെച്ചിട്ടൊക്കെയാണ് എടുത്തത്. പിന്നെ ഇതാവാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ചൊക്കെ അറ്റാച്ച് ചെയ്തു. അങ്ങനെ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. ഇത് നിധി പിടിച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.